പതുക്കെ. അയ്യോ. 1 അരമണിക്കൂർ കഴിഞ്ഞ് BP ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്യണം. ഇപ്പോ എങ്ങനെയുണ്ട്? ഹൈ BP ആയിരുന്നു, ഇപ്പൊ കൊണ്ടുവന്നത് നന്നായി. ഓ താങ്ക് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. അന്തിക്രിസ്തു നിൽക്കുന്നു, അന്തിക്രിസ്തു. പ്രിയപ്പെട്ട വോട്ടർമാരെ, ഈ വരുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ വിലയേറിയ സമ്മതിദാനാവകാശം ശാന്തിയുടെയും സമാധാനത്തിന്റെയും ചിഹ്നമായ പൂവൻകോഴി അടയാളത്തിൽ രേഖപ്പെടുത്തി നമ്മുടെ പ്രിയങ്കരനായ സാരഥി ശ്രീ ഒറ്റ വോട്ടർമാരെ പോലും വിടുന്ന പ്രശ്നമില്ല. വോട്ടെണ്ണി കഴിയുമ്പോഴേ എന്തായാലും പഞ്ചായത്തിൽ പൂവൻകോഴി പോകുമെന്ന് അപേക്ഷിക്കുകയാണ്. ഓ, നമ്മുടെ പോസ്റ്ററുകൾ കൂടുതൽ അവന്റെ പോസ്റ്ററെ ഒട്ടിച്ചു വെച്ചേക്കും. ആര് ജയിക്കുമെന്ന് പറയാൻ പറ്റിയല്ലോ. പിന്നെ എല്ലാവരും നമുക്ക് വേണ്ടപ്പെട്ടവരാണേ. അത് പോട്ടെ. പിന്നെ ഇലക്ഷൻ മുമ്പ് ബഷീർ നാട്ടിൽ വരുന്ന ഉറപ്പല്ലേ? അങ്ങനെയാണ് അവൻ പറഞ്ഞത്. എന്നാലേ ഒരു 6 നാരങ്ങ സോഡ. നമസ്തേ മാഷേ. നമസ്കാരം. ആ ബൈറ്റിയെ തുടങ്ങാം. ഒരു ഭാഷ പഠിക്കണമെന്നുണ്ടെങ്കിൽ ആ ഭാഷയുമായി നമുക്കെപ്പോഴും സമ്പർക്കമുണ്ടാവണം. ഉണ്ട്, സമ്പർക്കമുണ്ട്. 1-2 ഹിന്ദി പണിക്കാരോടെ അത്യാവശ്യം സമ്പർക്കമുണ്ട്. ആ സമ്പർക്കം അത്ര ശരിയാവാത്തതുകൊണ്ടാണ് ഹിന്ദി തന്നെ പഠിക്കാൻ വന്നേ. ഈ ഭാഷ എന്ന് പറയുന്നത് ഒരു വലിയൊരു സംഭവം തന്നെയാണ്, പ്രത്യേകിച്ച് ഹിന്ദി. ഒരു ഭാഷ നമ്മൾ പഠിക്കുമ്പോൾ അക്ഷരമാല മുതൽ പഠിച്ചേ പറ്റൂ. ഒരു ഭാഷയിലെ എല്ലാ അക്ഷരങ്ങളും ക്രമമായി അടുക്കിയ പട്ടികയാണ് അക്ഷരമാല. പൊതുവേ ഭാഷ ഉത്ഭവിച്ച് വളരെ കാലത്തിന് ശേഷമാണ് അക്ഷരമാല ക്രമീകരിക്കപ്പെടുക. ബിരിയാണി തിന്നുന്നതിന് ബിരിയാണി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പഠിച്ചു തുടങ്ങണോ സാറേ? എൻ്റെ പണിക്കാരോട് അത്യാവശ്യം ഹിന്ദി പറയണം. അവർ പറയുന്ന തെറി എന്താണെന്ന് എനിക്ക് മനസ്സിലാവണം, അത്രയേ ഉള്ളൂ. നമ്മുടെ പൈലി സാറിന് ഹിന്ദി ക്ലാസ് നടക്കുക. കോശിജാനും പഠിക്കാൻ വരുന്നുണ്ട് ഹിന്ദി. ശരിയാ, അയാള് ഹിന്ദി പഠിക്കേണ്ടത് ഈ നാടിന് അത്യാവശ്യം. എന്നാ പുലിവാലാണ് ഉണ്ടാക്കി വെച്ചെന്ന്. അതേന്നേ, ഇച്ചിരി താമസിച്ചിരുന്നെങ്കിൽ ആ സാമൂല 16 അടിയന്തര പേര് അയാൾ നടത്തിയാണ്. അയാളൊരു കിണ്ടി അല്ല. പിന്നെ നിങ്ങൾ എല്ലാരും ഹിന്ദി പഠിക്കും. ഞാൻ MBA ആയി കഴിഞ്ഞാൽ നമ്മളെല്ലാരും അങ്ങ് ഡൽഹിയിലായിരിക്കും. മമതുക്ക, ഉപ്പിട്ട നല്ല ഗ്യാസുള്ള സോഡ. കോശിച്ചായോ, ചിഹ്നം മറക്കണ്ട, പൂവൻകോഴി. നമുക്ക് വാരിക്കൂട് ഭാഗത്തേക്ക് പോവാം. അങ്ങോട്ട് പോവാം. അവിടെ കോടായി ഉണ്ട്. ഓ, അതിന് വലിയ മൂർച്ചയൊന്നുമില്ല. കപ്പയും ബീഫും കിട്ടും. ഇന്ന് രാത്രി പരിപാടി വല്ലതും ഉണ്ടോ? രാത്രി പരിപാടിയൊക്കെ അങ്ങ് നിർത്തി. പ്രിയപ്പെട്ട വോട്ടർമാരെ, ഈ വരുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ വിലയേറിയ സമ്മതിദാനാവകാശം എന്താ സമീര, 4 ദിവസം എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ദിവസം എത്രയായി? मैंने कॉल किया था. ആരോട്? निंगलोड. नानी मर गया तो पारन्यूम. कोसी चाय नो. ആര് മർഗയാന്ന്? नानी. നാനി മർഗയാന്ന് പറഞ്ഞാ വലിയ മച്ച് മരിച്ചു എന്നാണ് അർത്ഥം. ആന്ന്. വേണ്ടി വരുന്നു. ഇല്ലല്ല, എന്നാ വിഷയം? ഒളിച്ചു തുടങ്ങി. ഈ ബാങ്ക് ലോണിന്റെ വിഷയം എടുത്തിട്ടപ്പോഴേ അവന്റെ പത്തി താനെ ഓടിച്ചങ്ങ് താഴെ വീണു. എന്റെ സാറേ, നിങ്ങൾ ഈ കോൺട്രാക്ട് വർക്കൊക്കെ നിർത്തി ഈ രാഷ്ട്രീയത്തിലേക്കൊന്ന് ഇറങ്ങുന്നു. അമ്മാതിരി പണിയല്ലേ കിടന്ന് ഈ പണിയുന്നത്. അവന്റെ ഒരു സ്റ്റേ മേടിക്കൽ കണ്ണിലെ കരടിനെ നൈസായിട്ടല്ലേ എടുത്ത് കളഞ്ഞത്. കോൺട്രാക്ടറെ, നമ്മളെ കാര്യമൊന്നും മറക്കല്ലേ. വേഗം പൊളിക്കടേ. ഗുണമുള്ള രീതിയിൽ നിന്നോട് വന്ന് പറഞ്ഞപ്പോ നീ കേട്ടില്ല. ഒരു വീടല്ലേ പോയുള്ളൂ. നാളെ മുതൽ പാറ പൊട്ടിക്കാനുള്ള ഒരു തൊഴിലവസരവും കൂടെ ആയല്ലോ.
സ്വന്തം വീട് നഷ്ടപ്പെട്ടതുകൊണ്ടാണ് സുരേന്ദ്രന് ഇപ്പം ഇങ്ങനെ ഒരു വാശിയൊക്കെ തോന്നണത്. അല്ലാതെ ഈ കാണുന്ന ക്വാറികളും വയൽ നികത്തിലും എല്ലാം നമ്മുടെ പരിസ്ഥിതിക്ക് അങ്ങനെ ആഘാതം വരുത്തുന്നു എന്നുള്ളതിനെക്കുറിച്ച് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എന്തായാലും അവർക്കെതിരെ പോരാടാനുള്ള ഒരു മനസ്സുണ്ടായല്ലോ, അത് തന്നെ സന്തോഷം. പക്ഷെ സൂക്ഷിക്കണം. പണവും അധികാരവും ഒത്തുചേർന്ന ഒരു വലിയ കോക്കസാണത്. ആരെയും എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരു കൂട്ടം. ഒരു നിയമ പോരാട്ടത്തിന് ഇറങ്ങുമ്പോൾ അതിൻ്റെ എല്ലാ വശങ്ങളും പഠിച്ചിരിക്കണം. അനധികൃതമായിട്ട് അനുമതി കിട്ടിയതാണെങ്കിൽ കൂടി അത് റദ്ദ് ചെയ്തെടുക്കുവാനായിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ട്. ശരീരം കൊണ്ട് എനിക്ക് സുരേന്ദ്രനെ സഹായിക്കാൻ കഴിയില്ല, പക്ഷെ മറ്റു പല വിധത്തിലും കഴിയും. സമാന ചിന്താഗതിയുള്ള കുറച്ച് ആളുകളെ സംഘടിപ്പിക്കാൻ പറ്റുമെന്ന് നോക്കുക. ധൈര്യമായിട്ട് പോ. ഈ വെള്ളക്കാരെന്നോടാ രാവിലെ മുക്കി പിടിച്ചിട്ട് പോകുന്നേ? രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ടല്ലോ എല്ലാം കൂടെ. പോണ പോക്കണ്ടില്ലേ, ഇപ്പൊ മല മറിക്കും. അങ്ങോട്ട് തിരിച്ചു ശാന്തനും കൂട്ടർ റോഡ് ബ്ലോക്ക് ആക്കണുണ്ടല്ലോ. എലക്ഷൻ അടുക്കുമ്പോൾ ഓരോ സർക്കസ് അല്ലേ, ഇതും കാണിക്കും അപ്പുറവും കാണിക്കും. ഇത് ഇവിടെ ആവശ്യ അമ്മാതിരി പോക്കല്ലേ ഇവന്മാർ പോണതെന്ന്. എന്നിട്ട് സ്പീഡ് ബ്രേക്കർ അവന്മാരുടെ കണ്ണും തല്ലിയുള്ള നിപ്പ് കണ്ടോ? അവന്മാര് മരത്തിൽ കാണുമ്പോ നമ്മള് മാനത്ത് ഇവന്മാരെ കൊണ്ട് ആദ്യമായിട്ട് ഒരു ഉപകാരം ഉണ്ടായല്ലോ. മണ്ടന്മാര് റോഡിൽ വേരിയിട്ടിച്ചു. തങ്കപ്പെട്ടോ, എന്താ ശാന്ത ആ വെച്ചതേ വണ്ടിയുടെ സ്പീഡ് കുറക്കാനുള്ള വേറെ ഒരു ബോർഡല്ല. കൈക്കൂലി വാങ്ങി നാട് മുഴുവൻ കോറികൾക്ക് അനുമതി കൊടുത്തവർക്കുള്ള പ്രതീകാത്മകമായ ഒരു തടയാണ്.